പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ ആദ്യ ലെസൺ സീ ഫീവർ, ഈ കവിതയുമായി ബന്ധപ്പെട്ട ഏതാനും ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്ന ക്യാപ്ഷനിൽ ഏതാനും ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അവയുടെ ആൻസേഴ്സ് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 1, ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? കവിതയിലെ സ്പീക്കർ ആരാകുന്നു? ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ആൻ അഡ്വഞ്ചറസ് സെയിലർ ഹു ഡീപ്ലി ലവ്സ് ദ സീ. സാഹസികനായ, കടലിനെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന ഒരു നാവികൻ, സെയിലർ ആകുന്നു കവിതയിലെ സ്പീക്കർ. ക്വസ്റ്റ്യൻ 2, വാട്ട് ഡിസയർ ഡസ് ദ സ്പീക്കർ എക്സ്പ്രസ്? കവിതയിലെ സ്പീക്കർ എന്ത് ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്? The speaker expresses a strong desire to go back to the sea and sail once again. കടലിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചുപോയി സാഹസികമായിട്ടുള്ള കടൽ യാത്ര ഒരിക്കൽ കൂടെ ചെയ്യണമെന്നാണ് സ്പീക്കറുടെ ആഗ്രഹം. ക്വസ്റ്റ്യൻ 3, മെൻഷൻ ദ തിങ്സ് ദ സ്പീക്കർ നീഡ്സ് ടു ഫുൾഫിൽ ഹിസ് ഡിസയർ. കവിതയിലെ സ്പീക്കർക്ക് തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? The speaker needs a tall ship and a star to steer her by to fulfill his desire to sail. നാവികനായിട്ടുള്ള, സെയിലറായിട്ടുള്ള കവിതയിലെ സ്പീക്കർക്ക് തന്റെ ആഗ്രഹമായ ഒരിക്കൽ കൂടെ കടലിലൂടെ സാഹസികമായിട്ടുള്ള യാത്ര നടത്തണം എന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടത് എ ടോൾ ഷിപ്പ് ആൻഡ് സ്റ്റാർ ടു സ്റ്റിയർ ഇറ്റ്. ഒരു വലിയ കപ്പലും ആ കപ്പലിനെ നയിക്കാൻ ഒരു ഗൈഡിംഗ് സ്റ്റാർ, ഒരു പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രവുമാണ് സെയിലർ അഥവാ സ്പീക്കർ ആഗ്രഹിക്കുന്നത്. ക്വസ്റ്റ്യൻ 4, pick out the words or expressions that convey sensory experiences in the first stanza. ആദ്യ സ്റ്റാൻസയിൽ തന്നെ ചില വാക്കുകൾ, പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവ വായനക്കാരന്റെ സെൻസറി എക്സ്പീരിയൻസസ്, പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ നമുക്ക് ചില ഫീലായി നൽകുന്നതാണ്. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഫീൽ നൽകുന്ന വാക്കുകളും പ്രയോഗങ്ങളും ആദ്യ സ്റ്റാൻസയിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ: എക്സ്പ്രഷൻസ് ലൈക്ക് വീൽസ് കിക്ക്. വീൽസ് കിക്ക് എന്നുള്ള എക്സ്പ്രഷൻ ഷിപ്പിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ വൈബ്രേഷൻ ആണ്. അതൊരു ടാക്ടൈൽ ഇമേജ് തീർക്കുന്നു, നമ്മുടെ ടച്ച് ഫീലിംഗുമായി ബന്ധപ്പെടുന്ന. വിൻഡ് സോങ്, കാറ്റിന്റെ ഗാനം, ശക്തമായി കാറ്റടിക്കുന്ന ആ ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുന്ന പോലെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഓഡിറ്ററി ഇമേജ് ആണത്. വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, കാറ്റിൽ കപ്പലിന്റെ വെളുത്ത കപ്പൽ പായ് ആടി ഉലയുന്ന കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ഇമേജ് തീർക്കുന്നു. ദ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, കടലിന്റെ ഉപരിതലത്തിലെ ഗ്രേ നിറത്തിലുള്ള മൂടൽമഞ്ഞ് മറ്റൊരു വിഷ്വൽ ഇമേജാണ്. ദ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, പ്രഭാതത്തിലെ ഗ്രേ നിറത്തിലുള്ള അരണ്ട വെളിച്ചം വീണ്ടും ഒരു വിഷ്വൽ ഇമേജ് തീർക്കുന്നു. ക്വസ്റ്റ്യൻ 5, വൈ ഡസ് ദ സ്പീക്കർ വാണ്ട് ടു ഗോ ബാക്ക് ടു ദ സീ? കവിതയിലെ സ്പീക്കർക്ക് എന്തുകൊണ്ടാണ് കടലിലേക്ക് തിരിച്ചു പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ആൻസർ: ദ സ്പീക്കർ വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ദ സീ ബിക്കോസ് he cannot deny the wild and clear call of the running tide, which is irresistible. കടൽ അദ്ദേഹത്തിനെ കടലിലേക്ക് വിളിക്കുന്നു. കടലിലെ ഒഴുക്കും തിരമാലകളും സാഹസികതയിലേക്ക് സാഹസികനായിട്ടുള്ള ഈ നാവികനെ വിളിക്കുന്നു. ആ കോൾ, ക്ലിയർ ആൻഡ് വൈൽഡ് കോൾ, വളരെ വന്യമായ, വ്യക്തമായ ആ വിളി, കടലിന്റെ വിളി ഒരിക്കലും അദ്ദേഹത്തിന് ഡിനൈ ചെയ്യാൻ, നിരസിക്കാൻ സാധിക്കുന്നതല്ല. വിച്ച് ഈസ് ഇർറെസിസ്റ്റിബിൾ, അതൊരിക്കലും തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു വിളിയാണ്. മോറോവർ, being an adventurous sailor, he has a deep desire for the sea. അതിസാഹസികനായ ഒരു നാവികൻ എന്ന നിലക്ക് സ്പീക്കർക്ക് കടലിനോട് അടങ്ങാത്ത അഗാധമായ ഒരു ആഗ്രഹം തന്നെയുണ്ട്. ക്വസ്റ്റ്യൻ 6, വാട്ട് ക്ലൈമറ്റ് ഡസ് ദ സെയിലർ പ്രിഫർ ഫോർ ദ വോയേജ്? തൻ്റെ കടൽ യാത്രക്ക് ഏത് തരത്തിലുള്ള ഒരു ദിവസമാണ്, കാലാവസ്ഥയാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്? The sailor prefers for the voyage a windy day with white clouds flying.
ശക്തമായ കാറ്റുള്ള ആ കാറ്റിൽ ആകാശത്തിലൂടെ വെളുത്ത മേഘങ്ങൾ ഒഴുകി നടക്കുന്ന തരത്തിലുള്ള, പാറി നടക്കുന്ന തരത്തിലുള്ള ശക്തമായ കാറ്റുള്ള ഒരു റഫ് ഡേ ആണ്, പരുക്കനായ അതിസാഹസികതയ്ക്ക് സാധ്യതയുള്ള ഒരു ദിനമാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. Question 7. Why does the poet compare the wind to a whetted knife? എന്തുകൊണ്ടാണ് കവി കാറ്റിനെ ഒരു വെറ്റഡ് നൈഫ്, മൂർച്ച കൂട്ടിയ കത്തിയുമായി കമ്പയർ ചെയ്യുന്നത്? ആൻസർ. The poet compares the wind to a whetted knife to show the intensity and sharp and cutting feel of the wind. കാറ്റിൻ്റെ തീവ്രതയും ശരീരത്തിൽ അത് ഏൽപ്പിക്കുന്ന കത്തി കൊണ്ട് മുറിക്കുന്ന പോലെയുള്ളൊരു ഫീലും അതിൻ്റെ തണുപ്പുമൊക്കെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കവി വിൻഡിനെ, കാറ്റിനെ ഒരു വെറ്റഡ് നൈഫ്, മൂർച്ച കൂട്ടിയ കത്തിയുമായി കമ്പയർ ചെയ്തിരിക്കുന്നത്. Question 8. How does the speaker wish his journey to end? സ്പീക്കർ തൻ്റെ സാഹസിക യാത്ര എങ്ങനെ അവസാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? The speaker wishes his journey to end peacefully with a quiet sleep and a sweet dream. തൻ്റെ സാഹസികമായ യാത്ര വളരെ സമാധാനമായി, ശാന്തമായ ഉറക്കോടും സുന്ദരമായ ഒരു സ്വപ്നത്തോടും കൂടെ അവസാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. Question 9. How does the poem explore the idea of the clear call mentioned in the second stanza? കവിതയിലെ രണ്ടാം സ്റ്റാൻസയിൽ ക്ലിയർ കോൾ, വ്യക്തമായ വിളി, ക്ലിയർ കോൾ ഓഫ് ദി റണ്ണിംഗ് ടൈഡ് എന്ന് പറയുന്നുണ്ട്. കടലിൻ്റെ വ്യക്തമായ ആ വിളി എങ്ങനെയാണ് കവിതയിൽ രണ്ടാം സ്റ്റാൻസയിലെ ഈ ക്ലിയർ കോൾ കവി അവതരിപ്പിക്കുന്നത്? The speaker cannot easily resist the clear call of the tide. കടലിൻ്റെ ആ വ്യക്തമായ വിളിയെ അത്ര എളുപ്പത്തിൽ തിരസ്കരിക്കാൻ സ്പീക്കർക്ക് കഴിയില്ല. The sea exerts an irresistible influence on him. അത്തരത്തിൽ തിരസ്കരിക്കാൻ കഴിയാത്ത വളരെ ശക്തമായ ഒരു സ്വാധീനമാണ് കടലിന് സ്പീക്കറുടെ മേലുള്ളത്. As if he is being drawn back to the sea by some unknown force. ഏതോ അദൃശ്യമായ ഒരു ശക്തിയാൽ അദ്ദേഹം എപ്പോഴും കടലിലേക്ക് വലിക്കപ്പെടുന്ന പോലെ അങ്ങോട്ടുള്ള ഒരു വിളിയായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. Question 10. What does the speaker like about the vagrant gypsy life? കവിതയിലെ ഒരു പ്രയോഗമാണ് vagrant gypsy life. കവിതയിലെ സ്പീക്കർക്ക് അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു നാടോടിയുടെ ജീവിതത്തോടാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് സ്പീക്കർക്ക് അത്തരം ഒരു ജിപ്സി ലൈഫ് ഇഷ്ടമാകുന്നത്? The speaker likes a free-spirited, adventurous and unpredictable life, free from all burdens of everyday life. സാധാരണ നിത്യജീവിതത്തിലുള്ള എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളിൽ നിന്നും മോചിതമായി കൊണ്ടുള്ള വളരെ സ്വതന്ത്രമായിട്ടുള്ള, ഫ്രീ സ്പിരിറ്റഡ്, മനസ്സിൻ്റെ സ്വാതന്ത്ര്യവും ആഗ്രഹവും പ്രകാരം അഡ്വഞ്ചറസ് ആയിട്ടുള്ള, സാഹസികമായിട്ടുള്ളതും എന്നാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ സാഹസികമായിട്ടുള്ള ഒരു ലൈഫാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളെ പോലെ അവർക്ക് നാളെക്കുറിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. അത്തരമുള്ള ഒരു വേഗൻ ലൈഫാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 1. How does the poem highlight the theme of friendship and shared experiences? മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ കവിതയുടെ ആശയം എങ്ങനെയാണ് സൗഹൃദത്തിൻ്റെയും ഷെയർഡ് എക്സ്പീരിയൻസസ്, പരസ്പരം കൈമാറുന്ന, പങ്കുവെക്കുന്ന അനുഭവങ്ങളുടെയും ഒരാശയമായി ഈ കവിത മാറുന്നത്? The poem highlights the theme of friendship. ഈ കവിതയിൽ സൗഹൃദത്തിൻ്റെ ആശയം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ പരസ്പരം പങ്കുവെക്കുന്ന അനുഭവങ്ങളുടെയും ഒരാശയം. As the speaker wishes to hear a merry yarn from a laughing fellow rover. ഇത് പ്രകടമാക്കുന്ന, സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് കവിതയിൽ. തൻ്റെ ചിരിക്കുന്ന സഹയാത്രികന്റെ മനോഹരമായിട്ടുള്ള, സന്തോഷം പകരുന്ന കഥ കേൾക്കാൻ സ്പീക്കർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. The fellow sailors have many adventurous stories to share. സ്പീക്കറുടെ സഹസഞ്ചാരികൾക്ക്, നാവികർക്ക്
അവരുടെ അനുഭവങ്ങളുടെ കഥകൾ പറയാൻ ധാരാളമുണ്ടായിരിക്കും. ഓഫൻ റിഫ്ലക്റ്റിംഗ് ദ ചലഞ്ചസ് ആൻഡ് ജോയ്സ് ദേ ഫേസ് ടുഗദർ അറ്റ് സീ. മിക്കപ്പോഴും അവർ നേരിട്ട വെല്ലുവിളികൾ, അതുപോലെ തന്നെ അവർ അനുഭവിച്ച ജോയ്സ്, ആഹ്ലാദം, സന്തോഷം, ഇതെല്ലാം തന്നെ അവർ ഒരുമിച്ച് കടലിൽ അനുഭവിച്ചതാണ്. ഇത്തരത്തിലുള്ള അനുഭവ കഥകളൊക്കെ പരസ്പരം പങ്കുവെക്കാൻ നാവികർക്കുണ്ടാകും. ഇങ്ങനെയാണ് ഈ കവിതയിലൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ തീം പ്രകടമാക്കുന്നത്. ആക്ടിവിറ്റി 2. Pick out words and expressions from the poem that portray the poet's longing for the liberating life at sea and his sense of adventure. കവിതയിലെ സ്പീക്കർക്ക് വളരെ സ്വതന്ത്രമായിട്ടുള്ള, ഫ്രീ സ്പിരിറ്റഡ്, തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മോചിതമായിട്ടുള്ള സാഹസികമായ ഒരു ലൈഫാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് പ്രകടമാക്കുന്നതും അതോടൊപ്പം തന്നെ ഹിസ് സെൻസ് ഓഫ് അഡ്വഞ്ചർ, തൻ്റെ സാഹസികതയോടുള്ള ആ ആഗ്രഹവും ആവേശവും, ഇതെല്ലാം പ്രകടമാക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ ധാരാളമായി കവിതയിലുണ്ട്. അവ കണ്ടെത്തുക. ആദ്യം ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ. ഈ പ്രയോഗത്തിലൂടെ, ഇത് കവിതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. ദിസ് എക്സ്പ്രഷൻ എക്സ്പ്രസസ് ദ സ്പീക്കേഴ്സ് സ്ട്രോങ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദി അഡ്വഞ്ചേഴ്സ് അറ്റ് സീ. സമുദ്രത്തിലെ സാഹസികതകളിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകാനുള്ള, വീണ്ടും വീണ്ടും അതിലേർപ്പെടാനുള്ള ആഗ്രഹത്തെ പ്രകടമാക്കുന്നു. മറ്റൊരു എക്സ്പ്രഷൻ ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ highlights the spirit of facing challenges alone. സമുദ്രത്തിലെ സാഹസികതകൾ, വെല്ലുവിളികൾ, അതെല്ലാം തനിച്ച് ഒറ്റയ്ക്ക് വിജനമായ സമുദ്രത്തിൽ, വിശാലമായ ആകാശത്തിന് ചുവട്ടിൽ എല്ലാം തനിച്ച് നേരിടാനുള്ള അദ്ദേഹത്തിന്റെ മനക്കരുത്തിനെ പ്രകടമാക്കുന്നു. നമ്പർ 3. A tall ship and a star to steer her by. ഈ പ്രയോഗം portrays the adventurous tasks of the speaker. സ്പീക്കറുടെ സാഹസികമായിട്ടുള്ള അധ്വാനത്തെ ചിത്രീകരിക്കുന്നു. കാരണം who navigates the ship by the guidance of the pole star. ഒറ്റയ്ക്ക് പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രത്തിന്റെ ഗൈഡൻസിലൂടെ, അത് വഴികാട്ടിയായി കണ്ടുകൊണ്ട് ഒരു സമുദ്രത്തിലൂടെ ഒറ്റയ്ക്ക് കപ്പൽ നയിക്കുന്ന സാഹസികത, ഇതാണത് പ്രകടമാക്കുന്നത്. മറ്റൊരു എക്സ്പ്രഷൻ നമ്പർ 4. The whales kick, the wind song and the white sails shaking. These expressions convey the challenging tasks of a sailor who skillfully navigates his ship through rough seas on windy days. നല്ല പ്രതികൂലമായ കാലാവസ്ഥയിൽ ശക്തമായ കാറ്റുള്ളപ്പോൾ പരുക്കനായ കടലിലൂടെ തന്റെ കപ്പലിനെ നയിച്ചു പോകുന്ന അതിസാഹസികനായ ഒരു സെയിലർ, നാവികന്റെ സ്കിൽഫുള്ളി നാവിഗേറ്റ്സ്, വളരെ സമർത്ഥമായി കപ്പലിനെ നയിച്ചു പോകുന്ന ഒരു രംഗം ഈ പ്രയോഗങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. നമ്പർ 5. ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. ഈ പ്രയോഗങ്ങൾ ഇൻഡിക്കേറ്റ്സ് ദ ചലഞ്ചിങ് ആൻഡ് അൺഫേവറബിൾ വെദർ ദ സെയിലർ എൻകൗണ്ടർ അറ്റ് സീ. സമുദ്രത്തിൽ പ്രതികൂലമായ കാലാവസ്ഥ മിക്കപ്പോഴും സെയിലർക്ക്, നാവികർക്ക് നേരിടേണ്ടി വരും. ഇത്തരത്തിലുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, ഈ പ്രയോഗങ്ങൾ. നമ്പർ 6. കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ് represents the irresistible attraction and influence of the sea on the speaker. സ്പീക്കർക്ക് കടലിനോടുള്ള ബന്ധം, ആ കടലിന് സ്പീക്കറുടെ മേലുള്ള ഒരിക്കലും തടുത്തു നിർത്താൻ കഴിയാത്ത അഭേദ്യമായിട്ടുള്ള സ്വാധീനം, ഇതൊക്കെയാണ് കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈഡ് എന്നുള്ള പ്രയോഗത്തിലൂടെ കവി പ്രകടമാക്കുന്നത്. നമ്പർ 7. Windy day with white clouds flying suggests the extremely dangerous yet adventurous weather conditions for sailing. അതിസാഹസികമായ, അത്യധികം അപകടകരം, എന്നിരുന്നാലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സെയിൽ ചെയ്യാൻ, കടലിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്, യെറ്റ് അഡ്വഞ്ചറസ്. ഭീകരമാം വിധം അപകടകരമാണെങ്കിലും സാഹസികർക്കേറെ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. വിൻഡി ഡേ വിത്ത് വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ് എന്നുള്ള എക്സ്പ്രഷൻ. നമ്പർ 8. The flung spray and the blonde spume and the seagulls cry. All these expressions highlight the unique and thrilling experiences of the speaker at sea. ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ
കവിതയിലെ സ്പീക്കർക്ക് കടലിൽ ലഭിക്കുന്ന അതുല്യമായിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 9, The vagrant gypsy life represents the free-spirited, wandering and unpredictable lifestyle the speaker wants to have. സ്പീക്കർ ആഗ്രഹിക്കുന്ന ഒരു ജിപ്സി ലൈഫ് ഉണ്ട്. വളരെ സ്വതന്ത്രമായിട്ടുള്ള, ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സാഹസികമായിട്ടുള്ള ഒരു ജീവിത രീതി. അതിനെയാണ് ദ വേഗ്രന്റ് ജിപ്സി ലൈഫ് എന്നുള്ള പ്രയോഗം സൂചിപ്പിക്കുന്നത്. നമ്പർ 10, A merry yarn from a laughing fellow rover suggests the bond of companionship and the shared experiences of sailors in adventurous actions at sea. കടലിൽ സാഹസികതയിൽ ഏർപ്പെടുമ്പോഴും സഹയാത്രികരുടെ കഥകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന കോംറേഡ്ഷിപ്പ് ഓർ കമ്പാനിയൻഷിപ്പ്, സൗഹൃദത്തെയാണ് ഇത് പ്രകടമാക്കുന്നത്. നമ്പർ 11, Quiet sleep and a sweet dream when the long trek is over. ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് റിഫ്ലെക്ട്സ് the sense of fulfillment and joy the speaker feels after completing his adventurous journey. തൻ്റെ അതിസാഹസികമായ യാത്ര അവസാനിക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. ആക്ടിവിറ്റി 3, Imagine you are in a hot air balloon carrying images from the poem Sea Fever. സീ ഫീവർ എന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇമേജുകളെ വഹിച്ചുകൊണ്ട് നിങ്ങളൊരു ഹോട്ട് എയർ യാത്ര നടത്തുന്നു എന്ന് സങ്കല്പിക്കുക. ഫ്ലൈ അപ്പ് ആൻഡ് അഡോൺ ദ ക്ലൗഡ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഇമേജറി ഫ്രം ദ പോം. ഉയരത്തിലേക്ക് പറന്നു ചെന്ന് മേഘങ്ങളെ ഇത്തരം ഇമേജുകൾ കൊണ്ട് അലങ്കരിക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വിവിധങ്ങളായിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഈ കവിതയിൽ നിന്ന് ലഭ്യമാണ്. ആദ്യം വിഷ്വൽ ഇമേജസ്. ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ എന്നുള്ള പ്രയോഗം ഏകാന്തമായ കടലും ആകാശവും. വൈറ്റ് സെയിൽസ് ഷെയ്ക്കിംഗ്, വെള്ള നിറത്തിലുള്ള കപ്പൽ പായുടെ കാറ്റിലെ ഇളക്കം. ഗ്രേ മിസ്റ്റ്, ഗ്രേ ടോൺ, വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, ഇതെല്ലാം തന്നെ വിഷ്വൽ ഇമേജുകളാണ്. ദെൻ ഓഡിറ്ററി ഇമേജസ്. മെറി യാൻ, വളരെ ഹാപ്പി ആയിട്ട് പറയുന്ന, സന്തോഷം പകരുന്ന കഥകൾ. വിൻസ് സോങ്, കാറ്റിൻ്റെ സംഗീതം. സീഗൾസ് ക്രൈങ്, കടൽ കാക്കകളുടെ ശബ്ദം. ഫെലോ റോവേഴ്സ് ലോഫിംഗ്, സഹയാത്രികരുടെ ചിരി. ഇതെല്ലാം തന്നെ ഓഡിറ്ററി ഇമേജുകൾ തീർക്കുന്നു. ദെൻ ടാക്ടൈൽ ഇമേജസ്, നമുക്ക് സെൻസ് ഓഫ് ടച്ച്, സ്പർശന അനുഭവം നൽകുന്ന ചില ഇമേജുകൾ. ഫ്ലങ് സ്പ്രേ, ജലകണികകൾ ശരീരത്തിലേക്ക് സ്പ്രേ രൂപത്തിൽ പതിക്കുന്ന അനുഭവം. ദ വീൽസ് കിക്ക്, കപ്പലിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ വൈബ്രേഷൻ. ബ്ലോൺ സ്പ്യൂം, കാറ്റ് തിരമാലകൾ സൃഷ്ടിക്കുന്ന നുരയും പതയും ശരീരത്തിലേക്ക് ഏൽപ്പിക്കുന്ന അനുഭൂതി. വെറ്റഡ് നൈഫ് ലൈക്ക് വിൻഡ്, മൂർച്ച കൂട്ടിയ കത്തി പോലെയുള്ള കാറ്റ്. ഇതെല്ലാം നമുക്ക് സെൻസ് ഓഫ് ടച്ച് നൽകുന്നു. ആക്ടിവിറ്റി 4, In the poem Sea Fever, poetic devices contribute greatly to the effectiveness of the poem. സീ ഫീവർ എന്ന ഈ കവിതയിൽ ധാരാളമായ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കവിത വായനക്കാർക്ക് ആസ്വാദികരമാക്കുന്നതിൽ നല്ല പങ്കുവഹിക്കുന്നതും ഇത്തരം പോയറ്റിക് ഡിവൈസസ് ആണ്. ഇവിടെ ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വിവിധങ്ങളായ പോയറ്റിക് ഡിവൈസസ് ശ്രദ്ധിക്കുക. അതിൽ പേഴ്സണിഫിക്കേഷൻ ഉണ്ട്, റൈം സ്കീമുണ്ട്, വിഷ്വൽ ഇമേജുകളുണ്ട്, മെറ്റഫർ, റിഫ്രൈൻ, ആലിറ്ററേഷൻ, അസോനൻസ്, ടാക്ടൈൽ ഇമേജ്, സിമിലി, ഓഡിറ്ററി ഇമേജ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഈ കവിതയിൽ ധാരാളമായിട്ടുണ്ട്. ചൂസ് ദ ടേംസ് ഫോർ പോയറ്റിക് ഡിവൈസസ് ഫ്രം ദ പിക്ചർ ഗിവൺ അബവ്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ പിക്ചറിൽ നിന്ന് നമുക്ക് ഓരോ പോയറ്റിക് ഡിവൈസുകൾ എടുക്കാം. ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദി അപ്രോപ്രിയേറ്റ് സ്പേസസ് ഇൻ ദ ടേബിൾ ബിലോ. എന്നിട്ടിവിടെ നൽകിയിരിക്കുന്ന ടേബിളിൽ ഓരോ പോയറ്റിക് ഡിവൈസും എഴുതി എന്താണ് ആ പോയറ്റിക് ഡിവൈസ് എന്ന് ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ ഉദാഹരണങ്ങൾ ഈ കവിതയിൽ നിന്ന് എടുത്തെഴുതുക. ആക്ടിവിറ്റിയിൽ ആവശ്യപ്പെടുന്ന പോലെ വിവിധങ്ങളായിട്ടുള്ള പോയറ്റിക് ഡിവൈസുകളും അവയുടെ ഡെഫിനിഷനും എക്സാമ്പിൾസും ഇവിടെ ടേബിളിൽ നൽകിയിട്ടുണ്ട്.
വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചതായതുകൊണ്ട് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ആദ്യം വിഷ്വൽ ഇമേജ്. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓഫ് സൈറ്റുമായി ബന്ധപ്പെടുന്ന ഇമേജുകളാണ്. ഉദാഹരണത്തിന് ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ, ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. ഇതെല്ലാം തന്നെ വിഷ്വൽ ഇമേജുകളുടെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഓഡിറ്ററി ഇമേജ്. ദിസ് ഫോം ഓഫ് പോയറ്റിക് imagery appeals to the reader's sense of hearing or sound. കേൾവിയുമായി ബന്ധപ്പെടുന്ന ഇമേജുകളാണ്. എക്സാമ്പിൾസ്: ദ വിൻഡ്സ് സോങ്, ദ സീഗൾസ് ക്രൈങ്, എ മെറി യാൺ ഫ്രം എ ലോഫിംഗ് ഫെലോ റോവർ. ഇതെല്ലാം തന്നെ ശബ്ദങ്ങളാണ്, ഓഡിറ്ററി ഇമേജുകൾ തീർക്കുന്നു. ദെൻ ടാക്ടൈൽ ഇമേജ്. In this form of imagery, the poet appeals to the reader's sense of touch by describing something the speaker of the poem feels. കവി സെൻസ് ഓഫ് ടച്ച് തീർക്കുന്ന പ്രയോഗങ്ങൾ സൃഷ്ടിക്കുന്നു. എക്സാമ്പിൾസ്: ദ വീൽസ് കിക്ക്, ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്രോൺ സ്പ്യൂം, ദ വെറ്റഡ് നൈഫ് ലൈക്ക് വിൻഡ്. ഇതെല്ലാം തന്നെ സെൻസ് ഓഫ് ടച്ച് തീർക്കുന്ന പ്രയോഗങ്ങളാണ്, ടാക്ടൈൽ ഇമേജിന് ഉദാഹരണമാണ്. നെക്സ്റ്റ്, മെറ്റഫോർ. A figure of speech in which two unrelated objects are described as being the same. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ ഒന്ന് തന്നെയാണ് എന്ന രൂപത്തിൽ കമ്പയർ ചെയ്യുന്ന ഒരു കമ്പാരിസൺ രീതിയാണ് മെറ്റഫോർ. ഫോർ എക്സാമ്പിൾ, ദ വേഗ്രന്റ് ജിപ്സി ലൈഫ്. സ്പീക്കർ ആഗ്രഹിക്കുന്ന ജീവിതം അത് ദ വേഗ്രന്റ് ജിപ്സി ലൈഫ് ആണ്. നെക്സ്റ്റ്, സിമിലി. എ ഫിഗർ ഓഫ് സ്പീച്ച് കമ്പയറിംഗ് ടു അൺലൈക്ക് തിങ്സ് യൂസിംഗ് ദ വേർഡ് ലൈക്ക് ഓർ ആസ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ പരസ്പരം കമ്പയർ ചെയ്യുന്നു, പക്ഷെ കമ്പാരിസന് വേണ്ടി ലൈക്ക് എന്നോ ആസ് എന്നോ ഉപയോഗിക്കും. അതായത് ഒരു വസ്തു മറ്റൊന്ന് പോലെയാകുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, ദ വിൻഡ് ഇസ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. കാറ്റ് മൂർച്ച കൂട്ടിയ കത്തി പോലെയാകുന്നു. ലൈക്ക് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ആലിറ്ററേഷൻ. എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയുന്നതാണ്. റെപ്പറ്റീഷൻ ഓഫ് ആൻ ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട് ഇൻ വേർഡ്സ് ദാറ്റ് ആർ അഡ്ജേസന്റ് ടു ഈച്ച് അതർ. കവിതാ വരികളിൽ അടുത്തടുത്ത് വരുന്ന വാക്കുകളുടെ തുടക്കത്തിൽ വരുന്ന കോൺസണന്റ് സൗണ്ടുകളാണ്. വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോൺസണന്റ് ലെറ്റേഴ്സ് അല്ല, റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. ഇതാണ് ആലിറ്ററേഷൻ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ധാരാളം ആലിറ്ററേഷൻ എക്സാമ്പിൾസ് ഈ കവിതയിലുണ്ട്. ഒരെണ്ണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. To the gulls way and the whales way were the wind is like a whetted knife. ഇവിടെ എല്ലാം സൗണ്ടുകൾ ആവർത്തിച്ചത് ശ്രദ്ധിക്കുക. Then assonance. Repetition of the same or similar vowel sounds within words, phrases or sentences. വാക്കുകൾക്കിടയിൽ വരുന്ന അല്ലെങ്കിൽ തുടക്കത്തിലോ ഒടുക്കത്തിലോ മധ്യത്തിലോ എവിടെയാണെങ്കിലും ഒരേപോലുള്ള വവൽ സൗണ്ടുകളുടെ റെപ്പറ്റീഷനാണ് ആസോണൻസ്. ഉദാഹരണത്തിന് സെയിൽസ് ഷെയ്ക്കിംഗ്, എയ് എന്നുള്ള വവൽ സൗണ്ട് ആവർത്തിച്ചത് ശ്രദ്ധിക്കുക. മറ്റൊരു എക്സാമ്പിൾ, ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് സ്വീറ്റ് ഡ്രീം. സ്ലീപ്പ്, സ്വീറ്റ്, ഡ്രീം, ഇതിലെല്ലാം തന്നെ ദ ലോങ് ഇ സൗണ്ട് ആവർത്തിച്ചതും ശ്രദ്ധിക്കുക. ഇത് ആസോണൻസിന്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ്, റിഫ്രൈൻ. റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഓർ ലൈൻസ് ഇൻ എ പോയം. ഒരു കവിതയിൽ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന വരികൾ, അതല്ലെങ്കിൽ വാക്കുകൾ, പ്രയോഗങ്ങൾ, ഇതെല്ലാം തന്നെ റിഫ്രൈൻ്റെ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ. ഈ ലൈൻ, പാർട്ട് ഓഫ് ദിസ് ലൈൻ, ഇത് ഈ കവിതയിൽ കൃത്യമായ ഇടവേളകളിൽ ഓരോ സ്റ്റാൻസയുടെയും തുടക്കത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചത് റിഫ്രൈൻ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ മനോഹരമായ ഉദാഹരണമാണ്. ദെൻ റൈം സ്കീം. എ പാറ്റേൺ ഓഫ് റൈംസ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ലൈൻ ഓഫ് എ പോയം ഓർ സോങ്. ഓരോ കവിതയുടെയും വരികൾ അവസാനിക്കുന്ന ആ കൃത്യമായ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന ഒരു പാറ്റേൺ. ഈ കവിതയിൽ ആദ്യ വരിയും രണ്ടാമത്തെ വരിയും ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നു. മൂന്നാമത്തെയും നാലാമത്തെയും വരികൾ ഒരേപോലെ അവസാനിക്കുന്നു. ഇങ്ങനെ എ എ ബി ബി എന്ന റൈം സ്കീം തീർത്തിരിക്കുന്നു. ദെൻ പേഴ്സോണിഫിക്കേഷൻ. എ ലിറ്റററി ഡിവൈസ് ദാറ്റ് ഗിവ്സ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ടു നോൺ ഹ്യൂമൻ ഓർ ഇനാനിമേറ്റ് ഓബ്ജക്ട്സ്. മനുഷ്യരല്ലാത്തതോ അല്ലെങ്കിൽ
ജീവനില്ലാത്തതോ ആയ വസ്തുക്കൾക്ക് മനുഷ്യൻ്റേതായ ചില ക്വാളിറ്റികൾ സങ്കല്പിച്ച് നൽകുന്ന രീതിയാണ് പേഴ്സോണിഫിക്കേഷൻ. ഉദാഹരണത്തിന് ദ വിൻഡ്സ് സോങ്, കാറ്റിൻ്റെ ഗാനം, കാറ്റിന് ഗാനം ആലപിക്കാനുള്ള കഴിവ് സങ്കല്പിക്കുന്നു. കോൾ ഓഫ് ദി റണ്ണിംഗ് ടൈം, ശക്തമായി ഒഴുകുന്ന ചലിക്കുന്ന തിരമാലകൾക്ക് വേലിയിറക്ക അവസ്ഥയ്ക്ക് കോൾ ചെയ്യാനുള്ള, മനുഷ്യനെ വിളിക്കാനുള്ള ആ ഒരു കഴിവ് സങ്കല്പിച്ചിരിക്കുന്നു. ഇത് ഈ കവിതയിലെ പേഴ്സോണിഫിക്കേഷൻ്റെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 6. Sea Fever by John Masefield is a poem that portrays a sailor's strong desire for the sea and his deep yearning for adventure. Find and read the poem Remember the Old Road by Ruskin Bond, available online, where the speaker associates an old road with a sense of adventure and the memories of his youth. Compare and contrast the themes and representations of the natural world in both the poems. ജോൺ മേസ്ഫീൽഡിന്റെ സീ ഫീവർ എന്ന കവിതയിൽ സ്പീക്കർക്ക് കടലിനോടുള്ള ആഗ്രഹത്തെയും സാഹസികതയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആവേശത്തെയും പ്രകടമാക്കുന്ന കവിതയാണ്. അതേപോലെ റിമെമ്പർ ദി ഓൾഡ് റോഡ് എന്നുള്ള മറ്റൊരു കവിത റസ്കിൻ ബോണ്ട് രചിച്ചതാണ്. തൻ്റെ തന്നെ ചെറുപ്പകാലത്തെ ഓർമ്മകളെ അദ്ദേഹം ഈ കവിതയിലൂടെ ഓർത്തെടുക്കുന്നു. അതോടൊപ്പം ഒരു പഴയ റോഡിലെ സാഹസികത അതും ഈ കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഇനി ഈ രണ്ട് കവിതകളും വായിച്ച് ഇതിലെ ആശയപ്പൊരുത്തം, ആശയത്തിലെ വിപരീതം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, സിമിലാരിറ്റിയും കോൺട്രാസ്റ്റുകളും കണ്ടെത്തുക. മാത്രമല്ല ഈ രണ്ട് കവിതകളിലും ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ വേൾഡ്, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയും താരതമ്യത്തിന് വിധേയമാക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ കവിത ഇവിടെ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് വായിക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് കവിതകളും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ഒരു റൈറ്റപ്പ് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. സീ ഫീവർ ആൻഡ് റിമെമ്പർ ദി ഓൾഡ് റോഡ്, കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ്. Both poems, Sea Fever by John Masefield and Remember the Old Road by Ruskin Bond, explore themes of adventure and a deep connection to the natural world, but in different ways. ഈ രണ്ട് കവിതകളിലും വിഷയമായിട്ട് വരുന്നത്, ആശയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അഡ്വഞ്ചറാണ്, സാഹസികത. അതോടൊപ്പം തന്നെ കണക്ഷൻ ടു ദി നാച്ചുറൽ വേൾഡ്. ഇങ്ങനെ സ്പീക്കറുടെ സാഹസികതകൾ വിശദീകരിക്കുമ്പോഴും പ്രകൃതിയുടെ ലോകവുമായിട്ടുള്ള ബന്ധവും ഈ കവിതകളിലൂടെ പ്രകടമാക്കുന്നു. എന്നാൽ രണ്ട് കവിതകളിലും ഇത് അവതരിപ്പിക്കുന്ന രീതിയിൽ നേരിയ വ്യത്യാസമുണ്ട്. In Sea Fever, the speaker's longing for the sea symbolizes a desire for freedom and an adventurous life. സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും സാഹസികതയോടുള്ള സ്പീക്കറുടെ ആവേശവുമാണ് സീ ഫീവർ എന്ന കവിതയിലൂടെ സിംബലൈസ് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. The tone is passionate and nostalgic, with expressions like I must go down to the seas again and the call of running tide, reflecting the speaker's intense longing for the wild and unpredictable nature of the sea. സീ ഫീവർ എന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്രയോഗങ്ങൾ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൻ, എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണമെന്ന സ്പീക്കറുടെ ആ വാക്കുകൾ, അതോടൊപ്പം തന്നെ ദ കോൾ ഓഫ് ദ റണ്ണിംഗ് ടൈം, കടലിൻ്റെ തിരമാലകളുടെ ഒഴുക്കിൻ്റെ വിളി എന്നുള്ള ഇതെല്ലാം തന്നെ കവിതയിലെ സ്പീക്കർക്ക് എത്രമാത്രം ഈ കവിതയുടെ ആശയവുമായിട്ട് പാഷനേറ്റ്, ആവേശം പുലർത്തുന്ന, അതോടൊപ്പം തന്നെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ബന്ധമാണുള്ളതെന്നുള്ളത് കാണിക്കുന്നു. കവിതയുടെ ടോൺ പാഷനേറ്റ് ആണ്, അതോടൊപ്പം നൊസ്റ്റാൾജിക്, ഗൃഹാതുരത്വം നിറഞ്ഞതാണ്. കടലിലേക്ക് തന്നെ, സാഹസികതകളിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന കവിതയിലെ സ്പീക്കറുടെ അടങ്ങാത്ത ആഗ്രഹത്തെ പ്രകടമാക്കുന്നു. Similarly, Remember the Old Road carries a nostalgic tone as the speaker reflects on past journeys along a familiar path. ഇതേപോലെ തന്നെയാണ് റിമെമ്പർ ദി ഓൾഡ് റോഡ് എന്ന കവിതയ്ക്കും ഒരു നൊസ്റ്റാൾജിക് ടോൺ, ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു ധ്വനിയാണുള്ളത്. ഈ കവിതയിലെ സ്പീക്കർ തൻ്റെ
കഴിഞ്ഞുപോയ തനിക്ക് പരിചിതമായ വഴികളിലൂടെ സാഹസികമായി നടത്തിയ യാത്രകളെ ഓർത്തെടുക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ട് ഗൃഹാതുരതയോടെ ഓർക്കുന്നു. എക്സ്പ്രഷൻസ് ലൈക്ക് ദ ഇയേഴ്സ് ഫെൽ അവേ and I was a boy again highlight the speaker's longing for the simplicity and joy of youth. ഈ കവിതയിലും എടുത്തു പറയത്തക്കതായ രണ്ട് പ്രധാന പ്രയോഗങ്ങൾ ദ ഇയേഴ്സ് ഫെൽ അവേ, വർഷങ്ങൾ കടന്നുപോയി, ഐ വാസ് എ ബോയ് അഗൻ, ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു കുട്ടിയായി, യുവാവായി, ഇതൊക്കെ പറയുമ്പോൾ ഹൈലൈറ്റ് ദ സ്പീക്കേഴ്സ് ലോങ്ങിങ് ഫോർ ദ സിംപ്ലിസിറ്റി, തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ലാളിത്യത്തെ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയ് ഓഫ് യൂത്ത്, തൻ്റെ കുട്ടിക്കാലത്തെ ചെറുപ്പകാലത്തെ സന്തോഷത്തെ അദ്ദേഹം ഇപ്പോൾ ഗൃഹാതുരതയോടെ ഓർക്കുന്നു. വൈൽ ബോത്ത് പോയംസ് സെലിബ്രേറ്റ് ദ നാച്ചുറൽ വേൾഡ്, രണ്ട് കവിതകളിലും പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ പ്രകൃതിയെ തന്നെ ആഘോഷമാക്കുന്നു. ആൻഡ് ദ സെൻസ് ഓഫ് അഡ്വഞ്ചർ, അതോടൊപ്പം തന്നെ രണ്ട് കവിതകളിലും സാഹസികതയുമാണ് വിഷയം. സീ ഫീവർ എംഫസൈസസ് ദ കണ്ടിന്യൂയിങ് പെർസ്യൂട്ട് ഓഫ് ഫ്രീഡം, എന്നാൽ സീ ഫീവർ എന്ന കവിതയിൽ ഇപ്പോഴും തുടരുന്ന സ്വാതന്ത്ര്യത്തോട് ഉള്ള ഒരാവേശം. അതോടൊപ്പം തന്നെ സീ ഫീവർ എന്ന കവിതയിലെ സ്പീക്കർക്ക് ഇപ്പോഴും തുടരുന്ന സാഹസികതയോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ഇതൊക്കെയാണ് പ്രകടമാക്കുന്നത്. വൈൽ റിമെമ്പർ ദി ഓൾഡ് റോഡ്, എന്നാൽ റിമെമ്പർ ദി ഓൾഡ് റോഡ് എന്ന കവിതയിൽ highlights the nostalgia for past adventures. സ്പീക്കർക്ക് തൻ്റെ യുവത്വത്തിൽ ചെറുപ്പകാലത്ത് കഴിഞ്ഞുപോയ സാഹസികതകളെ അദ്ദേഹം വളരെ ഗൃഹാതുരതയോടെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആൻഡ് ദി എവർലാസ്റ്റിംഗ് ബോണ്ട് വിത്ത് നേച്ചർ, റിമെമ്പർ ദി ഓൺ റോഡ് എന്ന കവിതയിലെ സ്പീക്കർ ഇപ്പോഴും പ്രകൃതിയോട് നിലനിർത്തിപ്പോരുന്ന ബന്ധത്തെയും ആഘോഷമാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. സീ ഫീവർ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.